ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വളരെയധികം വിലയൊന്നുള്ളതല്ലാത്ത സാധാരണ ഗിയർ സൈക്കിളുകളെ കുറിച്ചാണ്, MTB സൈക്കിളുകളെ കുറിച്ചാണ്. അപ്പോൾ അതിൽ 29 ഇഞ്ചിൻ്റെ കുറച്ച് ഗിയർ സൈക്കിൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 15,000 രൂപയ്ക്ക് താഴെയാണ്. അപ്പോൾ ബഡ്ജറ്റ് ലെവൽ സൈക്കിളുകളിൽ ഏറ്റവും നല്ല സൈക്കിൾ നമ്മളിപ്പം കുറച്ച് വണ്ടികൾ പരിചയപ്പെടും. അപ്പോൾ അതിൽ ആദ്യത്തെ 3 ബൈക്കാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ആ ബൈക്കുകൾ ഏതാണ് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. They tell me that I'm never gonna make it. They want me to do something that could make sense. They hate when I keep dreaming I'll be famous, but I don't give a fuck. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിവ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്പീഡോ എന്ന് പറയുന്ന വണ്ടിയാണ്. ഇത് ആക്ച്വലി ഒരു 15,000 രൂപ റേഞ്ചിനകത്ത് കിട്ടുന്നൊരു വണ്ടിയല്ല. ഇപ്പോൾ ഓഫറിൽ ഇത് 15,000 ആണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വണ്ടി സെലക്ട് ചെയ്ത് വെച്ചത്. ഇതൊരു അലുമിനിയം അലോയ് ബൈക്കാണ്. ഇതിനകത്ത് വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡിസ്ക് ബ്രേക്കാണ്, ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഇതിന് 21 ഗിയേഴ്സ് ആണ് ഈ വണ്ടിയിൽ വരുന്നത്. മൈക്രോ ഷിഫ്റ്റ് ഗിയേഴ്സ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ലോക്കൗട്ട് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് ഇതിന്. പിന്നെ ഇന്റേണൽ കേബിൾ റൂട്ടിംഗ് ആണ് പോകുന്നത്. ക്രാങ്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇത് മൈക്രോ ഷിഫ്റ്റിന്റെ തന്നെ ഫ്രണ്ട് ഡീറെയിലറും ബാക്ക് ഡീറെയിലറും വരുന്നത് മൈക്രോ ഷിഫ്റ്റിന്റെ തന്നെയാണ്. പെർക്കിന്റെ പിന്നെ ഫ്രീ വീലാണ് വരുന്നത്. 7 സ്പീഡ് ഫ്രീ വീലാണ് വരുന്നത്. നമുക്കിവിടെ ബാക്കിൽ ഡീറെയിലർ കാണാം, മൈക്രോ ഷിഫ്റ്റിൽ ഡീറെയിലർ കാണാം. ഡബിൾ വാൾ അലോയ് റിമാണ് വരുന്നത്. കൂടാതെ ഡിസ്ക് ബ്രേക്ക്, ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഒരു അലോയ് ബൈക്ക് നമുക്ക് ഒരു 15,000 റേഞ്ചിൽ കിട്ടാവുന്നതിൽ ഒരു മികച്ച സ്പെക്കുള്ള ഒരു നല്ല ബ്രാൻഡഡ് സൈക്കിളാണ് വിവയുടെ ഈ പറഞ്ഞ സ്പീഡോ എന്ന് പറയുന്നത്. ഞാൻ പിന്നെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതിന്റെ പ്രൈസ് റേഞ്ച് 15,000 അല്ല. ഇതിപ്പോൾ ഓഫറിൽ വന്ന് നമുക്ക് 15,000 രൂപയ്ക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കീസ്റ്റോയുടെ സൈലർ പ്രോ എന്ന് പറഞ്ഞിട്ട് പുതുതായിട്ട് വന്നൊരു ഡിസൈനുള്ള വണ്ടിയാണ്. ഇത് നമുക്ക് 15,000 രൂപ റേഞ്ചിനകത്ത് കിട്ടുന്നൊരു വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഗിയേഴ്സ് നോക്കാം. ഇത് ഷിമാനോ ഗിയേഴ്സ് ആണ് വരുന്നത്. ഫ്രണ്ട് ഷിഫ്റ്റേഴ്സ് വരുന്ന ആൾട്ടസിന്റെ ഷിഫ്റ്റേഴ്സ് ആണ്. നോർമൽ ഒരു സസ്പെൻഷൻ ഇതിന്റെ കൂടെ ഉണ്ട്. മികച്ച ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട് ഡിസ്ക് ബ്രേക്കാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഫ്രെയിമിൽ വരുന്ന ഗ്രാഫിക്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഭയങ്കര മനോഹരമായിട്ടുള്ള ഗ്രാഫിക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ കളർ സ്കീമും വളരെ മികച്ച ഒരു കളർ സ്കീമാണ് ഈ വണ്ടിയുടെ കൂടെ വരുന്നത്. ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഗിയർ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ വരുന്നത് ഷിമാനോയുടെ ടൂർണി ആണ് ഇതിന്റെ ഫ്രണ്ട് ഡീറെയിലറായിട്ട് വരുന്നത്. ക്രാങ്ക് കീസ്റ്റോയുടെ തന്നെ ക്രാങ്കാണ് വരുന്നത്. പെഡൽസ് വരുന്നത് പ്ലാസ്റ്റിക് പെഡൽസ് ആണ്. ഇതിന്റെ നമുക്ക് ഫ്രീ വീൽ നോക്കാം. ഫ്രീ വീല് ട്രയോ ബ്ലേഡിന്റെ ഫ്രീ വീലാണ് ഇതിനകത്ത് വരുന്നത്. ഗിയേഴ്സ് വരുന്നത് ടൂർണി TY ആണ് ഇതിനകത്ത് വരുന്നത്. ഗിയർ ബാക്കിലെ ഡീറെയിലർ വരുന്നത്. നോക്കുകയാണെങ്കിൽ ഗ്രാഫിക്സ് നോക്കുകയാണെങ്കിലും വളരെ മികച്ച ഒരു ഗ്രാഫിക്സിലാണ് ഈ വണ്ടി വരുന്നത്. മറ്റു വണ്ടികളിൽ നിന്ന് ഈ വണ്ടിയെ വ്യത്യസ്തമാക്കുന്ന അത് തന്നെയാണ്, ഈ വണ്ടിയുടെ ഗ്രാഫിക്സ് ആണ്. അപ്പോൾ 15,000 രൂപയ്ക്കകത്ത് ഒരു ഷിമാനോ ഗിയേഴ്സ് ഉള്ള വണ്ടി എന്ന് പറയുന്നത് കീസ്റ്റോയുടെ സൈലർ പ്രോ എന്ന് പറയുന്ന ഒരു വണ്ടി വളരെ മികച്ച ഡിസൈനോട് കൂടി ഇന്റേണൽ കേബിളിങ്ങോട് കൂടി വരുന്ന ഒരു വണ്ടിയാണ്. സസ്പെൻഷൻ ഉണ്ട്. ഒരു മികച്ച MTB തന്നെയാണ് സൈലർ പ്രോ എന്ന് പറയുന്ന കീസ്റ്റോയുടെ വണ്ടി. ഈ വീഡിയോയിലെ മൂന്നാമത്തെ വണ്ടി, നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ അവസാനത്തെ വണ്ടിയാണത്. 15,000 രൂപ റേഞ്ചിനകത്ത് വരുന്ന മികച്ച വണ്ടികളുടെ ഒരു 3 വണ്ടികളാണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിരുന്നത്. അപ്പോൾ മൂന്നാമത്തെ വണ്ടി സ്നെല്ലിന്റെ ഓസ്കാർ എന്ന് പറയുന്ന വണ്ടിയാണ്. ഇതും ഒരു 21 സ്പീഡ് ഷിമാനോയിൽ വരുന്ന വണ്ടിയാണ്. ഇതിന്റെ ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കും ഉണ്ട്. ഇതിന്റെ സസ്പെൻഷൻ നമ്മൾ കീസ്റ്റോയിൽ കണ്ട സെയിം ബ്രാൻഡ് സസ്പെൻഷൻ തന്നെയാണ് ഫ്രണ്ടിൽ വരുന്നത്. ഗിയേഴ്സ് നോക്കുമ്പോഴത്തേക്ക് ഷിമാനോയുടെ 21 സ്പീഡ് ഷിമാനോ ഗിയേഴ്സ് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. നമുക്ക് ഹാൻഡിൽ സ്റ്റെം വന്നിരിക്കുന്നത് അലോയ് സ്റ്റെം തന്നെയാണ്. അലോയ് ഹാൻഡിൽ ബാർ വരുന്നുണ്ട്. കെൻലിയുടെ ഹെഡ്സെറ്റും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ കുറച്ച് വ്യത്യാസമുള്ളതാണ്. നമുക്ക് ആ ഫ്രെയിം നോക്കുമ്പോൾ തന്നെ അറിയാം, ഫ്രെയിമിന് ഒരു ചെറിയ ഒടിവൊക്കെ ഉണ്ട് ടോപ്പ് ട്യൂബിൽ. നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ഗിയേഴ്സ് നോക്കാം. ഇതിന്റെ ഫ്രണ്ടിൽ 3 സ്പീഡാണ് വരുന്നത്. ഷിമാനോയുടെ ടൂർണിയാണ് വരുന്നത് ഫ്രണ്ടിൽ. ക്രാങ്ക് നോക്കുകയാണെങ്കിൽ അൺബ്രാൻഡഡ് ആണ്, പ്ലാസ്റ്റിക് പെഡൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷിമാനോയുടെ ടൂർണി TY ആണ് ബാക്ക് ഗിയേഴ്സ് വരുന്നത്. കൂടാതെ ഷിമാനോയുടെ തന്നെ ഫ്രീ വീലാണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ സൈലർ പ്രോയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇത് കാണുന്നത് ഷിമാനോയുടെ ഫ്രീ വീൽ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ നമുക്ക് സീറ്റ് ഒന്ന് നോക്കാം. ബ്രാൻഡഡ് ആയിട്ടുള്ള സ്നെല്ലിന്റെ സീറ്റാണ് വരുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള
സീറ്റ് തന്നെയാണ് വരുന്നത്. Got one life, I won't regret it. I will fight until I get it. I'll look back one day from heaven and say, damn, I learned some lessons. And say, damn, I have no questions. I had fun in every second, and the journey was a blessing, yeah. They tell me that I'm never